മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. എക്യുമെനിക്കൽ സെമിനാർ നടത്തപ്പെട്ടു. CBCI കൗൺസിൽ ഫോർ വിമൻ, KCBC കൗൺസിൽ ഫോർ വിമൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ 2026 ജനുവരി 27 തിരുവനന്തപുരം പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് ക്രിസ്തുവിൽ വേരൂന്നി ഒരുമിച്ച് വളരുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന എക്യുമെനിക്കൽ സെമിനാർ നടത്തപ്പെട്ടു. CBCI കൗൺസിൽ ഫോർ വിമൻ ചെയർമാൻ അഭിമന്യ തോമസ് മാർ അന്തോണിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ച സെമിനാർ കൂരിയ മെത്രാൻ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് സഭൈക്യത്തിന്റെ പാലങ്ങളായി സ്ത്രീകൾക്ക് എപ്രകാരം പ്രവർത്തിക്കുവാൻ സാധിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഫാദർ ജോസഫ് സാമുവൽ കറുകയിൽ കോറെപ്പിസ്കോപ്പ, ഫാദർ മാത്യു പി തോമസ്, പ്രൊഫസർ ഡോക്ടർ റോസമ്മ ഫിലിപ്പ് എന്നിവർ പ്രഭാഷണം നടത്തി. അതേ തുടർന്ന് സഭകളുടെ ഐക്യത്തിന്റെ വിവിധ തലങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തിയ ചർച്ചയിൽ ഫാദർ ജോളി കരിമ്പിൽ, ഫാദർ ടൈറ്റസ് ജോൺ OIC, പ്രൊഫസർ സിനി ബെഞ്ചമിൻ, ശ്രീമതി രഞ്ജിത രാജു എന്നിവർ സംസാരിച്ചു. ഫാദർ സൈറസ് ബി കളത്തിൽ മോഡറേറ്റർ ആയിരുന്നു. സീറോ മലങ്കര, സീറോ മലബാർ, ലാറ്റിൻ എന്നീ സഭകളുടെ വനിതാ പ്രതിനിധികൾ സന്നിഹിതരായിരുന്നു. ക്രമീകരണങ്ങൾക്ക് CBCI കൗൺസിൽ ഫോർ വിമൻ നാഷണൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീ ആശ പോൾ, എക്സിക്യൂട്ടീവ് സെക്രട്ടറി ശ്രീമതി സാറാ മാണി കുര്യാക്കോസ്, KCBC വിമൻസ് കൗൺസിൽ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ ജിബി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. പത്തനംതിട്ട ഭദ്രാസന വാർഷിക ദിനാചരണം. പത്തനംതിട്ട ഭദ്രാസനം സ്ഥാപിതമായതിന്റെ 16ാം വാർഷിക ദിനാചരണം ജനുവരി 24 പത്തനംതിട്ട പുത്തൻപീടിക സെയിന്റ് തോമസ് ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ സാമുവൽ മാർ ഐറേനിയസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷനായ ചടങ്ങ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. അഭിമന്യ കുര്യാക്കോസ് മാർ ഒസ്താത്യോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ, അഭിമന്യ യൂഹാനോൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പൊലീത്ത എന്നിവർ സന്നിഹിതരായിരുന്നു. തദവസരത്തിൽ ശതാബ്ദി ആഘോഷിക്കുന്ന പുത്തൻപീടിക സെയിന്റ് തോമസ് ദേവാലയത്തെ മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായി അത്യഭിമന്യ കാതോലിക്ക ബാവ പ്രഖ്യാപിച്ചു. നമ്മുടെ ഈ ഇടവകയെ ഒരു മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായി നമ്മുടെ സഭയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ സെന്റ് തോമസ് ഇടവകയാണ് നമ്മുടെ സഭയിലെ മാർത്തോമൻ തീർത്ഥാടന കേന്ദ്രമായി ഇത് അറിയപ്പെടണം. മാർത്തോമാ ശ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് നിരന്തരമായ പ്രാർത്ഥനയും പ്രബോധനവും ഓർമ്മപ്പെടുത്തലും നമ്മുടെ സഭയുടെ ഭാവി ആ ചോദ്യം ഉയർത്തിയ പൂർവ്വപിതാക്കളുടെ ഈ മണ്ണിൽ നിന്ന് ഈ സഭയുടെ ഭാവി എന്ത് എന്ന് നമുക്ക് പറയുവാൻ തക്ക വിധമുള്ള ആർജവത്വം നൽകുന്ന പകരുന്ന എല്ലാ സംവിധാനങ്ങളും ഈ ഇടവകയിൽ കുടുംബമായി സജീവമാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മാർത്തോമാ ശ്ലീഹായുടെ തിരുശേഷിപ്പുള്ളത് ഇറ്റലിയിലെ ഓർത്തോണോയിലാണ്. മാർത്തോമാ ശ്ലീഹായുടെ ഒരു തിരുശേഷിപ്പ് കൂടി ഈ പള്ളിയിൽ എത്തിക്കുന്നതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്തുകൊള്ളാം എന്ന് സന്തോഷത്തോടെ അറിയിക്കുന്നു. തുടർന്ന് പത്തനംതിട്ട പുത്തൻപീടിക സെയിന്റ് തോമസ് ദേവാലയ അംഗമായ ഫാദർ PT ജോർജിനെ അത്യഭിമന്യ കാതോലിക്ക ബാവ കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. MCMF സഭാതല വാർഷിക അസംബ്ലിയും തിരഞ്ഞെടുപ്പും. MCMF സഭാതല വാർഷിക അസംബ്ലിയും തിരഞ്ഞെടുപ്പും ജനുവരി 26 പട്ടം കാതോലിക്കേറ്റ് സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാമിലി അപ്പോസ്റ്റലേറ്റ് ചെയർമാൻ അഭിമന്യ യൂഹാനോൻ മാർ തേർഡേഷ്യസ് മെത്രാപ്പൊലീത്ത അസംബ്ലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റായി ശ്രീമതി ഷീജ എബ്രഹാമിനെയും വൈസ് പ്രസിഡന്റായി ശ്രീമതി പ്രവിത ബെൻസിഗറിനെയും സെക്രട്ടറിയായി ശ്രീമതി എലിസബത്ത് ജോർജിനെയും ജോയിന്റ് സെക്രട്ടറിയായി ശ്രീമതി ജിൻസി ആന്റണിയെയും ട്രഷററായി ശ്രീമതി ലൗലി രാജനെയും തിരഞ്ഞെടുക്കപ്പെട്ടു. വിവിധ ഭദ്രാസനങ്ങളിലെ MCMF ഡയറക്ടർ അച്ഛന്മാരുടെയും ആനിമേറ്റർ സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യത്തിൽ മുൻ ഭാരവാഹികളെ അഭിനന്ദിക്കുകയും പുതിയ ഭാരവാഹികളെ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് സഭാതല വാർഷിക അസംബ്ലി നടത്തപ്പെടുകയും
എല്ലാ ഭദ്രാസനങ്ങളിലെയും വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ച് പാസാക്കുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് സഭാതല ഡയറക്ടർ ഫാദർ മാത്യു അറയ്ക്കൽ, സഭാതല ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ആരാധന ക്രമവർഷ ഏകദിന പരിശീലനം നടത്തപ്പെട്ടു. മേരി മക്കൾ സന്യാസിനി സമൂഹം മാർത്താണ്ഡം സെയിന്റ് ജോസഫ് പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനായുള്ള ആരാധന ക്രമവർഷ ഏകദിന പരിശീലനം ജനുവരി 30 മാർത്താണ്ഡം പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് നടത്തപ്പെട്ടു. ആരാധന ക്രമവർഷ കോർഡിനേറ്റർ അഭിമന്യ ആന്റണി മാർ സിൽവാനോസ് എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ തോമസ് പ്രമോദ് OIC, ഫാദർ സ്കോട്ട്സ് ലീബ പുളിമൂടൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. MCYM തിരുവല്ല അതിഭദ്രാസന സമിതിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികൾ ജനുവരി 26 തിരുവല്ല ബിഷപ്സ് ഹൗസിൽ നടന്ന ചടങ്ങിൽ തിരുവല്ല അതിഭദ്രാസന അധ്യക്ഷൻ അഭിമന്യ തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തൻ ആർച്ച് ബിഷപ്പിന്റെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. യൂത്ത് കോർഡിനേറ്റർ സിസ്റ്റർ മനോജ്ഞ SIC, ആനിമേറ്റേഴ്സ് ജിജിമോൾ ജോസഫ്, ഷിബിമോൻ കൂശി എന്നിവർ പുതിയ സമിതിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. അഡ്വക്കേറ്റ് ശ്രീ ജിബിൻ കെ ജോൺ പ്രസിഡന്റായും, ശ്രീ ലിജോ വിൽസൺ ജനറൽ സെക്രട്ടറിയായും, ശ്രീ ജോബിൻ ജോയ് ട്രഷററായും കൂടാതെ 5 അംഗ എക്സിക്യൂട്ടീവ് സമിതിയുമാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ക്രമീകരണങ്ങൾക്ക് അതിഭദ്രാസന ഡയറക്ടർ ഫാദർ ചെറിയൻ കുരിശുമൂട്ടിൽ നേതൃത്വം നൽകി. നിര്യാതയായി. ബഥനി മിശ്യാനുഗ്രഹണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം നാലാഞ്ചിറ പ്രൊവിൻസിലെ സിസ്റ്റർ അസൂന്ത SIC ജനുവരി 29 നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജനുവരി 30 മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാലാഞ്ചിറ ബഥനി മഠം വക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. ബഥനി മിശ്യാനുഗ്രഹണ സന്യാസിനി സമൂഹം തിരുവനന്തപുരം നാലാഞ്ചിറ പ്രൊവിൻസിലെ സിസ്റ്റർ ഈഡിത്ത് SIC ജനുവരി 29 നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാര ശുശ്രൂഷ ജനുവരി 30 മോറാൻ മോർ ബെസേലിയോസ് കർദിനാൾ ക്ലീമിസ് കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നാലാഞ്ചിറ ബഥനി മഠം വക സെമിത്തേരിയിൽ വെച്ച് നടത്തപ്പെട്ടു. തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായ മെത്രാൻ അഭിമന്യ യൂഹാനോൻ മാർ അലക്സിയോസ് എപ്പിസ്കോപ്പ സന്നിഹിതനായിരുന്നു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.